എങ്ങനെയാണ് ഈ സീരിയൽ രംഗത്തേക്ക് ഇങ്ങോട്ട്, കാരണം സിനിമയിലൊരു വലിയൊരു സ്ഥാനത്തിലിരിക്കുന്നു, സീരിയലിലേക്ക് ഞാൻ സീരിയലിലേക്ക് ആദ്യം ഞാൻ വരുന്നത് ടെലിഫിലിമാണ്. ആദ്യമായിട്ട് സീരിയൽ ഈ ടെലിവിഷൻ രംഗവുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത് ടെലിഫിലിം ചെയ്തിട്ടാണ്. ആദ്യം ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റ് തുടങ്ങി വരുന്ന കാലത്ത് ഏഷ്യാനെറ്റിൻ്റെ അവരുടെ തന്നെ ഓൺ പ്രൊഡക്ഷനായിട്ട് അന്ന് ശ്രീ സക്കറിയ ഏഷ്യാനെറ്റിലൊരു പ്രധാന പോസ്റ്റുണ്ടായിരുന്നു, ശ്രീ ശശികുമാർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഓണം പ്രോഗ്രാമായിട്ടൊന്ന് ചെയ്യണമെന്ന് എടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ യശസ്വീനായ നമ്മുടെ ശശിധരൻ ആറാട്ട് വഴിയാണ് അതിൻ്റെ തിരക്കഥ എഴുതിയത്. അങ്ങനെയാണ് ഞങ്ങൾ എൻ്റെ കാശത്തുമ്പിക്കുന്ന ഒരു സംഭവം ചെയ്തത്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടെന്നു. അതൊരു മറ്റേ എന്താ പറയുക, ഈ തമ്മിൽ കാണാതെ ഉണ്ടാകുന്നൊരു പ്രേമമാണ്. മറ്റേ ഈ എന്താ പറയുക, കത്ത് എഴുതിയിട്ടുള്ള ഒരു പെൻ ഫ്രണ്ട്സ് എന്നുള്ള ആ ഒരു സാധനമാണ്. സിദ്ദിഖാണ് മെയിൻ ക്യാരക്ടർ. സിദ്ദിഖ് ഉണ്ടായിരുന്നു, പ്രവീണ മെയിൻ ക്യാരക്ടർ ചെയ്തു. അത് വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു ടെലിഫിലിമായിരുന്നു. അതിനുശേഷമാണ് ഇവർ ഏഷ്യാനെറ്റുകാർ സീരിയൽസിനെ പറ്റി ആലോചിച്ച് തുടങ്ങിയപ്പോൾ എന്നെ വിളിച്ചു. ശ്രീ ശശികുമാറും ശ്രീ സക്കറിയയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളൊരു സീരിയൽ രംഗത്തേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഒരു സീരിയൽ ചെയ്യാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, എൻ്റെയും കൂടെ ഒരു സൗകര്യത്തിനനുസരിച്ചാണെങ്കിൽ ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെയാണ് ചെയ്യാൻ പറ്റും? ഡെയിലി ആയിട്ട് ചെയ്യാൻ പറ്റും. ഡെയിലി എനിക്ക് പറ്റില്ല, എനിക്ക് ഒരുപാട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വീക്കിലി മൺസ് എന്നുള്ള എനിക്ക് വേണമെങ്കിൽ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, എങ്ങനത്തെ ടെലിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലും ഈ കരച്ചിലും പിരിച്ചിലും അങ്ങനത്തെ സംഭവമാണോ? അത് വേണ്ട, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ഒരു സീരിയലാണ്. ഞാൻ ശരി, എനിക്ക് ഒരാഴ്ച സമയം തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അന്ന് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു, അലക്സൊക്കെ. ഞാൻ അലക്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ഇങ്ങനൊരു സംഭവം, ഇൻവെസ്റ്റിഗേഷൻ സംഭവം എന്നുള്ളത് ഈ മലയാളത്തിലും ആദ്യത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സീരിയലായിരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെ ഞങ്ങൾ ആ പ്ലോട്ട് അവരോട് പറയും, അവരെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയാണ് എനിക്കൊന്ന് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏഷ്യാനെറ്റുമായിട്ട് ആദ്യമായിട്ട് ഒരു ഔട്ട്സൈഡ് പ്രൊഡക്ഷൻ എഗ്രിമെൻറ്റ് വയ്ക്കുന്നത് ഞാനാണ്. എൻ്റെ ട്രാവൻകൂർ ടാക്കീസാണ് ആദ്യമായിട്ട് പ്രൊഡക്ഷൻ അവർക്ക് വേണ്ടി ചെയ്യുന്നത്. സീരിയൽ എന്നുള്ള ഇപ്പം പിന്നെ ഈ സ്പോൺസേഡ് പ്രോഗ്രാം എന്ന് പറയില്ല, അങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്നത് ഞാനാണ്. അന്ന് പിന്നെ ഈ എന്താണ് ഫണ്ട് കിട്ടുന്നതെന്ന് പറയുന്നത് ഇന്നത്തെ ടൈപ്പിലല്ലല്ലോ. അന്നത്തെ കോമ്പറ്റീഷൻ ഒന്നും ഇല്ലല്ലോ. ഇല്ല. അതായത് അതൊക്കെ നമുക്ക് അങ്ങനത്തെ കണക്കുകളൊന്നും വേണ്ട കാര്യമില്ല. കാരണം ഞാൻ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തത് ഒരു സിനിമ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്തത്. അത്രത്തോളം ഫണ്ട് എനിക്ക് ഏഷ്യാനെറ്റ് തന്നിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും പിന്നെ അത് ഒരുപാട് കോമ്പറ്റീഷനായി, ചാനലുകൾ തമ്മിൽ കോമ്പറ്റീഷൻ, പ്രോഗ്രാമുകളിൽ കോമ്പറ്റീഷൻ. അങ്ങനെ നമുക്ക് അത്തരം ഒരു എന്താ പറയുക, ഒരു ആരോഗ്യകരമല്ലാത്ത സിറ്റുവേഷനിലൊന്നും നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വളരെ ഒരു ബലം പിടിക്കാത്തത്. ഈ ചാനലുകൾ തമ്മിലുള്ള ഈ കോമ്പറ്റീഷൻ, ഒരാൾ ഒരു ഇത് കാണിക്കുമ്പം അതുപോലുള്ള ഇത് തന്നെ ഓപ്പോസിറ്റായിട്ട് ആ സമയത്ത് ഭയങ്കര മണ്ടത്തരമല്ലേ കാണിക്കുന്നത്. കാര്യം നമ്മളിപ്പോൾ ഒരേ സാധനം ഒരാൾ കൊടുക്കുന്ന ഒരേ സാധനത്തിൻ്റെ തന്നെ വേറൊരു സാധനം കൊടുക്കുക. അപ്പോൾ ആൾക്കാരെ തുലനം ചെയ്ത് നോക്കണം, ഇതാണോ നല്ലത് അതാണോ നല്ലത്. പക്ഷേ ഇതിൽ നിന്ന് നേരെ എൻ്റെ ഡിഫറൻറ്റ് സാധനം കൊടുക്കണം അപ്പുറത്ത്. അപ്പോഴാണ് നമുക്ക് അത് പലപ്പോഴും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ ഒന്നും സക്സസ് ആയി എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ചോട്ടെ, പണ്ട് ട്രിവാൻഡ്രത്തല്ലേ ജോബിയുടെ വീട്, വഴുതക്കാട് നമ്മുടെ വൺ വേ കയറി വഴുതക്കാട് പോകുമ്പോൾ പണ്ടൊരു ജ്യൂസ് കട ഉണ്ടായിരുന്നു അവിടെ, ഒരേ ഒരു ജ്യൂസ് കട. അപ്പം നമ്മളത് പോകുമ്പോഴത്തേക്കും അവിടെ നിർത്തി ജ്യൂസ് കുടിക്കുക. അപ്പം അവിടെ 1-2 വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ തുടങ്ങി, ബൈക്കുകൾ നിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും തൊട്ടപ്പുറത്ത് ഇപ്പം 10-12 ജ്യൂസ് കട നിരത്തി വെച്ചിരിക്കുകയാണ് ആ റോഡ്. ആലോചിച്ച് നോക്കി. അപ്പോൾ ഒരാളൊന്ന് സക്സസ് ആയാൽ അതിനെ അനുകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതേപോലെ ഒന്ന് അവനങ്ങനെ മാത്രം കാശുണ്ടാക്കണ്ട, അവനിട്ടൊരു കൊട്ടുകൊട്ടാം എന്ന് തുടങ്ങുന്ന ഒരവസ്ഥ, അത് നമ്മുടെ ഒരു മലയാളിയുടെ ഒരു മാനസികാവസ്ഥയാണ്. സിനിമയിലും ഒരു സിനിമ സക്സസ് ആയി കഴിഞ്ഞാൽ ആ ജനസിൽപ്പെട്ടൊരു 4 സിനിമ 4 പൊട്ടും. ചിലപ്പോൾ ഒരെണ്ണം മറ്റോ കക്ഷി രക്ഷപ്പെട്ടാലായി. അപ്പോൾ അതേ അവസ്ഥയാണ് ഇപ്പം. ഒരു സീരിയൽ സക്സസ് ആയി അതേ രീതിയിൽ തന്നെ ഒരു സീരിയൽ നേരെ അടുത്ത ചാനലിൽ കൊണ്ട് അതേ സമയത്ത് ഇട്ടിട്ട് ഇവർ തമ്മിൽ വരസുക. പക്ഷേ ഡിഫറൻ്റായിട്ട് വേറെ സാധനം ചെയ്യണം ആ സമയത്ത്, അതാണ് വേണ്ടത്. ഇപ്പോൾ സീരിയൽ പ്രൊജക്റ്റുകളുണ്ട്, 1-2 കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. സീരിയലും ഒരുപോലെ കൊണ്ടുപോകാൻ തന്നെയാണ്. തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടമാണ്, സീരിയൽ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. നടൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ്? അതും ഇഷ്ടമാണ്. കാരണം അത് പക്ഷേ ഒരു പ്രൊഫഷനായിട്ട് എടുത്തിട്ടില്ല, എനിക്ക് ഹോബി ആയിട്ടാണ് അഭിനയം. അല്ല, എന്തെങ്കിലും ഒരു ചെറിയ ഒറ്റ ഷോട്ടിലെങ്കിലും സ്വന്തം സിനിമയിലായിരുന്നാലും അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു ഷോട്ട് അത് ഇന്നതെന്നുള്ളതല്ല, അതൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. അത് നമ്മൾ നേരത്തെ പ്ലാൻ ഒന്നും ആയിരിക്കില്ല. പ്രത്യേകിച്ച് എൻ്റെ സിനിമകൾ ചിലപ്പോൾ
ഇപ്പോൾ ഞാനൊരു എൻ്റെ സിനിമയിൽ ഒരു പ്രധാന വേഷം അഭിനയിച്ചെന്ന് പറഞ്ഞാൽ അവിട്ടം തിരുനാൾ ആരോഗ്യ ശ്രീമാനിലാണ് അറുമുഖൻ തമ്പി എന്നുള്ളത്. അത് നമ്മുടെ NL ബാലകൃഷ്ണൻ അവതരിപ്പിച്ച കഥാപാത്രം. അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് പറ്റി അദ്ദേഹത്തിന് അത് വരാൻ പറ്റാതായി പോയപ്പം അദ്ദേഹം അഭിനയിച്ച അത്രയും സീൻസ് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് ആ സീൻ ഞാൻ അഭിനയിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ കുറച്ച് പോർഷൻസ് അദ്ദേഹത്തിന് ആക്സിഡൻറ്റ് പറ്റി. അപ്പം അല്ലെങ്കിൽ ആ പടം തീരാതെ കടന്നു പോകും. ഒരു ഷെഡ്യൂൾ പെൻഡിങ് ആയി പോകും. ഇത്രയും ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പ്രത്യേക സിറ്റുവേഷനിലാണ് ഞാൻ ആ വേഷം ചെയ്തത്. അല്ലാതെ എൻ്റെ സിനിമയിൽ തന്നെ അഭിനയിക്കുക എന്നുള്ളത് ഒന്നാമത് ടെൻഷനാണത്. നമ്മുടെ സിനിമയിൽ തന്നെ അഭിനയിക്കും. പക്ഷേ മറ്റ് സിനിമകളിൽ അഭിനയിക്കാൻ എൻജോയ്മെൻ്റ് ആണ്. ഞാൻ സീരിയൽസിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ആദ്യത്തെ മെഗാ സീരിയൽ എന്ന് പറയുന്നത് ദൂരദർശനിൽ വന്ന വംശമാണ്. അതിൽ മെയിൻ വില്ലൻ ചെയ്തത് ഞാനാണ്. ശ്രീകുടൻ ഡയറക്ട് ചെയ്തത്. ജയകുമാർ സാർ, IAS ജയകുമാർ സാറാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ജയകുമാർ സാറാണ് എന്നെ പേഴ്സണലായി വിളിച്ചതിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ അഭിനയിച്ചത്. അതെന്താണ് അതിന് കാരണം? അങ്ങനെ അല്ല, എനിക്ക് ഞാൻ പറഞ്ഞു, അയ്യോ സാറേ എനിക്ക് അല്ല, മിസ്റ്റർ വിജയ് തമ്പിയാണ് ഞാനിതിൽ കാണുന്നത്, നിങ്ങൾ അഭിനയിച്ചേ പറ്റൂ എന്ന് ജയകുമാർ സാർ പറഞ്ഞു. പിന്നെ എനിക്ക് അതിൽ മറുപടി ഒന്നുമില്ല. കാരണം ഞാൻ അദ്ദേഹം ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. അത് കൃഷ്ണനായർ സാറിനെ പോലെ ഒരു വളരെ സീനിയർ ഡയറക്ടറുടെ മകനാണ് അദ്ദേഹവും. ശ്രീകുടൻ ഞാനൊരു വളരെ ഫ്രണ്ട്ഷിപ്പുണ്ട്. അങ്ങനെയാണ് അതിൽ അങ്ങനെ ഒരു മെയിൻ വില്ലൻ ഞാനാണ് ചെയ്തത്. പിന്നെ ഞാൻ മറ്റ് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിപ്പോഴും നമുക്ക് പറ്റുന്ന വേഷത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ താല്പര്യമുണ്ട്. തീർച്ചയായും അത് രസമാണ്. അഭിനയം രസമാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു നടൻ അതൊരു പ്രൊഫഷനായിട്ട് മാറ്റിയാൽ കുഴപ്പമില്ല എന്നൊരു ആലോചിക്കുന്നുണ്ട് ഞാൻ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു സംവിധാനത്തിന് നമ്മുടെ ഒരു എനർജിയുടെ ഒരു ലെവൽ കഴിയുമ്പോൾ നമുക്കൊരു ട്രാക്ക് ഒന്ന് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. അതൊരു കലാകാരൻ്റെ ഏറ്റവും വലിയ ഒരു എന്താണ് തീരാത്ത ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ കലയോടുള്ള ഒരു അഭിനിവേശമാണ്. ജീവിച്ചിരിക്കുന്ന മരണം വരെ ഒരു കലാരംഗത്തുണ്ടാവണം. അത് സംവിധായകനായിട്ട് തന്നെ ആവണമെന്നില്ല, നടനാവാം, എന്തോ ആവാം. പക്ഷെ അത് ഉണ്ടാവണമെന്നൊരാഗ്രഹമുണ്ട്. വീട്ടിലെ കുടുംബം എനിക്ക് ഒരു ഭാര്യയും 2 മക്കളും. ഭാര്യയുടെ പേര് പ്രിയ, മൂത്ത മകളും പാർവതി, ഇളയാള് ഋഷികേശ്. സീരിയലൊക്കെ ഉണ്ടല്ലോ. അത്യാവശ്യം അഭിനയിച്ചു. പക്ഷെ ഇപ്പം വീണ്ടും ഒരു സ്കൂളിന്റെ ഒരു ഫൈനൽ ഇയറിലേക്ക് നിൽക്കുന്നുണ്ട്. എത്രയിലാണ്? 10th ഇപ്പം. മകളിപ്പം എഞ്ചിനീയറിംഗിന്. അതല്ലാതെ തന്നെ കലാകുടുംബമാണല്ലോ. ഞാൻ വിവാഹം വെച്ചിരിക്കുന്നത് ശ്രീ ജഗന്നാഥ വർമ്മയുടെ മകളെയാണ്. അറിയാലോ. അതെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ മനു വർമ്മയും അളിയനാണ്.